നമ്മള് കേക്ക് അവര് വാവിട്ട് വല്ലതും പറയാതിരിക്കാൻ അവള് കിടന്ന് പിടാപ്പാട് പെടുമായിരുന്നു. അത് നീ എങ്ങനെ കണ്ടു? ഓ, എന്റെ മുഖത്ത് കണ്ണുണ്ടായിട്ട് കണ്ടു. ഞാൻ അവളെ തന്നെ ശ്രദ്ധിക്കായിരുന്നു മനുഷ്യ. നമ്മളിൽ നിന്നെന്തോ കള്ളത്തരം മറച്ചു പിടിക്കാൻ വേണ്ടി അവള് ശ്രമിക്കുന്നു എന്നുള്ളത് ഉറപ്പാ. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ കൊച്ചുങ്ങള് യഥാർത്ഥത്തിൽ കല്യാണം കഴിച്ചവരാണോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടെന്ന്. നീ ആ പാവങ്ങളെ സംശയിക്കുന്നതൊക്കെ വെറുതെ അതേമേന്തി. ആദ്യം അവളുടെ കഴുത്തിൽ താലി ഉണ്ടോന്നായിരുന്നു സംശയം. അത് തീർന്നപ്പോ പിന്നെ മാരേജ് സർട്ടിഫിക്കറ്റിലായി. അത് കണ്ടപ്പോ പിന്നെ പയ്യനും പെണ്ണും ഒരുമിച്ച് അന്തി ഉറങ്ങുന്നതിനെ ചൊല്ലിയായി. അതിന് ഉത്തരം കിട്ടിയപ്പോ പിന്നെ സംശയം. സത്യത്തിൽ നിനക്ക് വല്ല മെന്റലും ആയോ അതേമേന്തി? വെറുതെ ആവശ്യമില്ലാത്ത പറഞ്ഞുണ്ടാക്കി എന്നെയും കൂടെ ടെൻഷൻ ആക്കിയാലേ നിനക്ക് സമാധാനമാവുന്നുണ്ടോ? ഇവളെ കൊണ്ട് ഞാൻ തോറ്റു. നിങ്ങൾ അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട കേട്ടോ. നോക്കിക്കോ, ഇന്ന് വന്ന ആ സ്ത്രീയുടെ കയ്യിൽ നിന്ന് കംപ്ലീറ്റ് രഹസ്യങ്ങളും ഞാൻ ചോർത്തിയെടുക്കും. നിങ്ങൾ കണ്ടോ? അത് ശരി. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. കൊച്ചിനെ നിന്റെ തലയിൽ അടിച്ചേൽപ്പിച്ചിട്ട് അവള് മൂട്ടിലെ പൊടിയും തട്ടി അങ്ങ് പോയി അല്ലേ? നല്ല കഥയായി പോയി. അല്ല മോളെ, ആ പൂക്കാരന്റെ മോനെ തന്നെ കെട്ടാൻ അവർ തമ്മിൽ നേരത്തെ പരിചയം വല്ലതും ഉണ്ടായിരുന്നോ? അല്ലെങ്കിലും അതെങ്ങനെ ശരിയാവും? ഈ കൊച്ചിന്റെ അച്ഛൻ അവിടുത്തെ പെങ്കൊച്ചിനെ കെട്ടിയിരിക്കുന്ന ആളല്ലേ? അയാളുമായി ചേച്ചിക്ക് നേരിട്ട് പരിചയമൊന്നുമില്ല. അവര് തമ്മിൽ എങ്ങനെ കണ്ടെന്നും കല്യാണം കഴിച്ചെന്നൊന്നും എനിക്കറിയില്ല. തിരിച്ചു വരാൻ ചേച്ചിയെ ഞാൻ ആവുന്നത് നിർബന്ധിച്ചതാ. പക്ഷെ കുഞ്ഞിനെ സ്വീകരിക്കാനോ എന്റെ ഒപ്പം വരാനോ കൂട്ടാക്കാതെ ചേച്ചി വാശി പിടിച്ച് നിൽക്കുക. അതെന്ത് കുരുത്തദോഷമാടി അവള് കാണിച്ചത്? കണ്ണിൽ എണ്ണ ഒഴിച്ച് നീ അവക്ക് കാവല് കിടന്നതല്ലേ ഇത്രയും നാളും? ഇപ്പൊ ആണൊരുത്തനെ കിട്ടിയപ്പോ പെറ്റ കൊച്ചിനെയും കളഞ്ഞിട്ട് അവന്റെ പുറകെ പോകുന്നതാണോ മര്യാദ? നീ ഇതിനെ കൊണ്ടുപോയി അവന്റെ മുറ്റത്ത് കിടത്തിട്ട് പോരടി പെണ്ണെ. പെറ്റ തള്ളക്ക് വേണ്ടല്ലേ നീ എന്തിനാടി ഇതിനെ ചുമന്നുകൊണ്ട് നടക്കുന്നത്? നാളൊരു കാലത്ത് നിനക്കും വേണ്ടേ ഒരു ജീവിതം? ശരിയാ, ഇവള് പറയുന്നതിലും കാര്യമുണ്ട് മോളെ. കൊച്ചി ചേച്ചിയുടെ ആണെങ്കിലും അത് നിന്റെ കൂടെ ഉള്ളിടത്തോളം അതൊരു ബാധ്യത തന്നെയാണ്. നാളെ ഒരിക്കൽ നിന്നെ സ്വീകരിക്കാൻ ആരും തയ്യാറാവില്ല മോളെ. ആ വക കാര്യങ്ങളൊന്നും ഞാനിപ്പോ ആലോചിക്കുന്നതേ ഇല്ല സുന്ദരമാമ. ചേച്ചിക്ക് വേണ്ടെന്ന് വെച്ച് ഞാൻ എങ്ങനെ ഇതിനെ ഉപേക്ഷിക്കുന്നത്? എനിക്കിപ്പോ സ്വന്തം പറയാൻ ഇവളല്ലേ ഉള്ളൂ. ഇത്രയും തങ്കപ്പെട്ട മനസ്സുള്ള നിന്നെയാണല്ലോ മോളെ മുട്ടിന് മുട്ടിന് ദൈവം തമ്പുരാൻ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്. ഞാനും ഇങ്ങേരും കൂടെ നിന്റെ കാര്യം പറയാത്ത ഒരു ദിവസവും ഇല്ല. മണ്ടയ്ക്കാട്ടൊന്ന് വന്നേ പിന്നെ നിന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അന്ന് മുതൽ നിന്നെയും തെരഞ്ഞ് ഞാൻ എവിടെല്ലാം നടന്നെന്നറിയാമോ? ഒടുക്കം ദൈവാധീനത്തിനാ ഇന്നലെ ആ ഓട്ടോക്കാരൻ ചെറുക്കനെ കണ്ടത്. അവനാ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ശങ്കരേക്കമ്മേ ഈ വീട് തരപ്പെടുത്തി തന്നത്. ഒരു സ്ഥലം തേടി ഒരുപാട് അലഞ്ഞു. എങ്ങും ശരിയാവാത്തതുകൊണ്ടാ ഇങ്ങനൊക്കെ പറഞ്ഞ് ഇവിടെ കൂടിയത്. അതുകൊണ്ട് ഇക്കാമ്മയുടെ വായിൽ നിന്നും അബദ്ധമൊന്നും വീഴരുത്. ഒരു 100 കള്ളം പറഞ്ഞ ഞാനിവിടെ പിടിച്ചു നിൽക്കുന്നത്. എന്ത് ചെയ്യും, എന്റെ അവസ്ഥ അങ്ങനെ ആയിപ്പോയി. നീ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞൂടായിരുന്നു. പക്ഷെ ഞങ്ങള് താമസിക്കുന്നത് എവിടെയാണെന്ന് നിനക്കറിയായിരുന്നല്ലോ. ഈ കുഞ്ഞിനെ അങ്ങോട്ട് വരാൻ നിന്റെ കാലിൽ കുരുവായിരുന്നോടി അഹങ്കാരി. പോയിരിക്കുന്നു കള്ളം പറഞ്ഞ് താമസിക്കാൻ. അങ്ങോട്ട് വരാഞ്ഞത് മനഃപൂർവ്വം അയക്കാമേ. ഞങ്ങളെവിടെ താമസിപ്പിച്ചതിന്റെ പേരിൽ നിങ്ങളെ ആൾക്കാർ ഉപദ്രവിച്ചില്ലേ? വീണ്ടും അവിടേക്ക് തന്നെ വന്ന പ്രശ്നമാവെന്ന് അറിയാവുന്നതുകൊണ്ടാ. കളയടിക്കാവേ, ഇപ്പൊ എന്തായാലും നല്ലൊരു സ്ഥലം കിട്ടിയില്ലേ? സ്ഥലം കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമായോ മനുഷ്യനെ? ഈ കൊച്ചിനെയും കൊണ്ട് ഇവിടെ എങ്ങനെ കഴിഞ്ഞുകൂടും? നിത്യ ചെലവ് നോക്കാൻ എന്തോ ചെയ്യും? പണ്ടത്തെ പോലെ പാലും പത്രവും ലോട്ടറിയൊക്കെ വിൽക്കാൻ പറ്റുമോ ഇതിനെയും കൊണ്ട്? ആ ചെറുക്കന്റെ സഹായം എന്തും കിട്ടണമെന്നുണ്ടോ? അതോ നിങ്ങൾ തമ്മിൽ അങ്ങനെ വല്ല പ്ലാനും പദ്ധതി ഉണ്ടോ? ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെടും. നല്ല ചെറുക്കനാ അവൻ. ഈ കമ്മി ഇതെന്തറിഞ്ഞിട്ടാ? ശങ്കറിന്റെ കല്യാണമൊക്കെ റെഡി ആയിട്ടിരിക്കും. അത് ശരി. പിന്നെ എങ്ങനെ ജീവിക്കുമെന്നാ നീ കണക്കൂട്ടിയിരിക്കുന്നത്? നീ അവളെ എങ്ങനെ അതും ഇതും പറഞ്ഞു വിഷമിപ്പിക്കാതെ നമ്മൾ വന്ന കാര്യം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടിക്കാവേ. മോക്കൊരു സമാധാനം കിട്ടട്ടെ. പിന്നെ അല്ലാതെ ദാ ഇത് നിനക്കുള്ളതാ. ഞങ്ങളെ കൊണ്ട് ഇത്രയൊക്കെ പറ്റൂ. ഇത് വച്ച് നീ എന്തെങ്കിലും ചെയ്ത് കരപിടിക്കാൻ നോക്ക്. എന്താ ഇത്?
കുറച്ച് കാശാ മോളെ. 3.5 ലക്ഷം രൂപയുണ്ട്. ഇത്രയും കാശോ? ഇതെവിടുന്നാ? എന്തിനാ ഇത് എനിക്ക് തരുന്നത്? എന്താ ഇത് നിന്റെ കയ്യിരുന്നാ പറ്റത്തില്ലയോ? ഓ, ഇത് നിന്നെ ഒന്ന് ഏൽപ്പിക്കാൻ വേണ്ടി നടന്ന് മനുഷ്യന്റെ കാല് തേഞ്ഞ്, അതിന്റെ കൂടെ ഒരു കാക്കപ്പനിയും കൂടെ വന്നപ്പം ഇരിക്കാനും മേല നിൽക്കാനും മേല എന്ന് പറഞ്ഞാ മതിയല്ലോ. ഈ ക്യാഷ് എവിടെ നയിക്കാമേ? ആ വീടും പുരയിടും വിറ്റോ? പിന്നെ കിടപ്പാടം വിറ്റ് നിന്നെ സഹായിക്കാൻ എന്റെ തലയിൽ കൂടെ വണ്ടി ഓടുമല്ലയോ. ഇതൊന്നും അല്ലടി കൊച്ചേ, ഈ കാശ് എനിക്ക് മണ്ടക്കാട്ടമ്മ തന്നതാ. പിന്നെ മണ്ടക്കാട്ടമ്മക്ക് കിഡ്നി ബിസിനസ് അല്ലായിരുന്നോ? കിഡ്നി ബിസിനസ്സോ? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? മോളെ, ദേ ഇവിടെ ഒരു തോന്നിയാസം കാണിച്ചിട്ടാ വന്നിരിക്കുന്നേ. മണ്ടക്കാട്ടമ്മയുടെ മുമ്പ് ഭജന ഇരിക്കാൻ പോയോള് സ്വന്തം കിഡ്നി ഒരെണ്ണം ഊരി വിട്ടിട്ടാ വന്നിരിക്കുന്നേ. പിന്നെ ഒരു നല്ല കാര്യത്തിനായതുകൊണ്ട് ഞാനൊന്നും പറഞ്ഞില്ല എന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഓൺ ദ സ്പോട്ട് ഡൈവേഴ്സ്, അതായത് വിവാഹബന്ധം വേർപെടുത്തിയേനെന്ന്. പിന്നെ നിങ്ങൾ ബന്ധം ഒഴിഞ്ഞാല് ആൺ ദ സ്പോട്ടിൽ ഞാൻ വേറെ കൊള്ളാവുന്ന ഒരുത്തനെ വിവാഹം കഴിക്കും. ഈ ഇക്കാവൊന്ന് മനസ്സ് വെച്ചാ ഇനി പ്രായത്തിലും കൊള്ളാവുന്ന ഒരുത്തനെ കിട്ടും. ഇപ്പൊ എന്റെ കാശും ഉണ്ട്. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഓ, ഇതിലത്ര വലിയ കാര്യമൊന്നുമില്ലടി കോച്ചേ. മണ്ടയ്ക്കാട്ട് ഭജന ഇരിക്കാൻ പോയപ്പം അവിടെ വെച്ചൊരു അമ്മച്ചിയെ പരിചയപ്പെട്ട്. ഭയങ്കര പൈസക്കാരാ. അതിന്റെ വലിയ ഭാവമൊന്നും അവർക്ക് ഇല്ലാതാനും. അമ്മയുടെ മുമ്പിലിരുന്ന് കരഞ്ഞു തൊഴുന്നത് കണ്ടപ്പം ഞാൻ പയ്യെ അടുത്തുകൂടി കാര്യങ്ങൾ ചോദിച്ച്. അപ്പോഴെന്താ കാര്യം? അവരുടെ മോൻ ഈ പറഞ്ഞ കൃഷ്ണി വർക്ക് ചെയ്യുന്നില്ല. ചേരുന്ന ഒരെണ്ണം നോക്കി കുറേ അലഞ്ഞ്. എത്ര കാശ് വേണേലും മുടക്കാൻ അവര് തയ്യാറാണ്. പക്ഷെ അവന്റെ ചോരയുമായിട്ട് ചേരുന്നത് വേണ്ടേ? അങ്ങനെ ആളെ തപ്പി നടക്കുമായിരുന്നു. അങ്ങനെ എന്തിനു പറയുന്നടി കോച്ചേ, അവരുടെ ആ സങ്കടം പറച്ചിലും കരച്ചിലും ഒക്കെ കണ്ടപ്പം ഞാൻ പറഞ്ഞ് ചേരുന്നതാണെങ്കിൽ എൻ്റെ ഒന്നും എടുത്തോളാൻ. ആശുപത്രി ചെന്ന് ചോരയും നീരിയൊക്കെ പരിശോധിച്ചപ്പോഴല്ലോ ഒരു രസം. എന്റെ കൃഷ്ണി അവന്റെ കൃഷ്ണി ഇരട്ട പെറ്റതുപോലെ ഇരിക്കുക. ഓ, അതറിഞ്ഞപ്പോ എന്റെ മണ്ടക്കാട്ടമ്മേ, ആ തള്ളയുടെ മോന്റെ സന്തോഷം ഒന്ന് കാണണമായിരുന്നു. ഞാൻ പിന്നൊന്നും നോക്കിയില്ലടി കോച്ചേ. ഒരെണ്ണം അവിടെ വെച്ചേച്ച് മറ്റത് ഊരിയെടുത്തോളാൻ പറഞ്ഞ്. അങ്ങനെ ഫ്രീ ആയിട്ടിരിക്കുന്നതൊക്കെ ഓരോന്നും ഊരി കൊടുത്താലേ നിനക്കൊരാവശ്യം വരുമ്പോൾ നീ എന്തോ ചെയ്യും? ദേ എന്റെ അടുത്ത് വന്നേക്കരുത്, എന്റെ കിട്ടി ഞാൻ തരത്തില്ല. പിന്നെ എനിക്ക് നിങ്ങളുടെ ഉണക്ക കൃഷ്ണി ഇല്ലാഞ്ഞിട്ടാണ്. ഇപ്പൊ ഇരിക്കുന്ന ഒരെണ്ണം നല്ല കലക്കനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഡോക്ടർ പറഞ്ഞല്ലോ ഒരു കുഴപ്പമില്ല. ഡോക്ടർ അങ്ങനെ പലതും പറയും. വടക്കങ്ങാണ്ട ഉള്ളൊരു പണക്കാരനും പിന്നെ ഒരു പള്ളിയിലെ അച്ഛനും അങ്ങനെ ഒരുപാട് പേര് അവരുടെ കൃഷികൾ ദാനം ചെയ്തിട്ടുണ്ട് മനുഷ്യ. അവർക്കാർക്കും ഒരു കുഴപ്പമില്ലെങ്കിൽ പിന്നെ ഈ കാറ്റ് വെയിലും കൊണ്ട് കിടക്കുന്നത് എനിക്കൊന്നും കുഴപ്പം വരാനാ? അത് മാത്രമല്ല, അവയവദാനം ചെയ്യുന്നത് പുണ്യമാണെന്ന് ആ ഡോക്ടർ എന്റെ തോളെ തട്ടി പറയുകയും ചെയ്തു. അത് കഴിഞ്ഞ് എല്ലാരും ചേർത്ത് പിടിച്ച് എന്നെ ഫോട്ടോ എടുക്കുകയും ചെയ്തു. ഇനിയും നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ദാ എവിടെ ഡോക്ടർ പരീക്ഷ എഴുതുന്ന കൊച്ചല്ലേ, ചോദിച്ചു നോക്ക്. ശരിയല്ലയോ മോളെ? ആപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രി വിട്ടപ്പം ആ തള്ളയും മോനും കൂടെ എന്റെ കയ്യിലൊരു ചെക്ക് കടലാസ് വെച്ച് തന്നു. എന്നിട്ട് എന്നെ തൊഴുവായിരുന്നു. അവരുടെ ആ സന്തോഷം കണ്ടപ്പം കാശ് വാങ്ങണ്ടെന്ന് ഞാൻ കരുതിയതാ. പിന്നെ നിന്റെ കാര്യം ആലോചിച്ചപ്പോ വേണ്ടാന്ന് പറയാനും തോന്നിയില്ല. അതെ മോളെ, അതിൽ നിന്ന് 1.5 ലക്ഷം രൂപ ഞങ്ങൾ എടുത്തു. ഇനിയിപ്പോ ചായത്തട്ട് ഉരുട്ടിക്കൊണ്ട് റോട്ടേ നടക്കണ്ടെന്ന് ഞാനാ പറഞ്ഞത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഒരു മുറുക്കാൻ കട ഇട്ടു. നല്ല കച്ചവടമുണ്ട് മോളെ. ബാക്കി കാശ് നിന്നെ ഏൽപ്പിക്കണമെന്ന് ഞാൻ അപ്പോഴേ മനസ്സിൽ കണക്ക് കൂട്ടിയതാ. നിന്നെപ്പോലെ മനസ്സിന് നേരുള്ള ഒരുത്തിയെ സഹായിക്കാനായിരിക്കും മണ്ടയ്ക്കാട്ടമ്മ എനിക്ക് അവരെ കാണിച്ചു തന്നത്. വേണ്ട, എനിക്ക് കാശ് വേണ്ട. ഇത് നിങ്ങൾക്കുള്ളതാ. ഈ കമ്മയ്ക്ക് മണ്ടക്കേട്ടമ്മ തന്ന കാശാ ഇത്. ഇത് നിങ്ങളുടെ പേരിൽ ബാങ്കിൽ ഇടണം. എതിര് പറഞ്ഞ ഒറ്റ വീക്ക് വെച്ചെറിഞ്ഞായി. ഞങ്ങൾക്ക് കഴിഞ്ഞു കൂടാനുള്ളതൊക്കെ ആ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് നീ ഒന്ന് പച്ച പിടിക്ക്. ദേ അത് വേണം മോളെ. മോള് രക്ഷപ്പെട്ട ഞങ്ങളെ വഴി തള്ളിക്കളയത്തില്ലെന്ന് ഞാൻ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇവള് പറഞ്ഞപ്പോ ഞാനും സമ്മതിച്ചത്. ഇത്രയൊക്കെ സ്നേഹിക്കാൻ നിങ്ങൾ എന്റെ ആരേക്കമ്മ. അത് നേരാടി മോളെ. ആപ്പറേഷന് ബോധം കെടുത്താനായിട്ട് കയ്യിൽ സൂചി വെച്ചപ്പം ഞാനത് ആലോചിക്കുകയും ചെയ്തു. നീ എന്റെ ആരാണെന്ന്.
അപ്പൊ തോന്നിയത് കഴിഞ്ഞ ജന്മത്തിൽ നിന്നെ ഞാൻ പെറ്റതായിരിക്കുമെന്നാ. അതങ്ങനെ തന്നെ ആയിരിക്കും. അല്ലേല് എനിക്കിങ്ങനെയൊക്കെ തോന്നേണ്ട കാര്യമുണ്ടോ? ഒക്കെ മണ്ടക്കേട്ടമ്മയുടെ കളിയാന്നേ. എന്റെ പൊന്നു മോളെ, അമ്മയാ മോളെ, എന്റെ അമ്മ തന്നെയാ. ചത്ത് ചെല്ലുമ്പം ഇത്രയും നാള് ജീവിച്ചിട്ട് നീ എന്ത് ചെയ്തടി ഇക്കാവെന്ന് ദൈവം തമ്പുരാൻ പിടിച്ചു നിർത്തി ചോദിക്കുമ്പം എനിക്ക് ഞെളിഞ്ഞു എന്ന് പറയാലോ. ഞാൻ കാരണം 1-2 പേരുടെ ജീവിതം രക്ഷപ്പെട്ടെന്ന്. അപ്പൊ അടുത്ത ജന്മത്തില് എനിക്ക് നിന്നെ പോലൊരു മോളെ തന്ന് ഈ ജന്മത്തിലെ കടം അങ്ങ് തീർക്കും ഈശ്വരൻ. മക്കൾ കരയണ്ട. ചെല്, കാശ് എവിടെയെങ്കിലും കൊണ്ടൊന്ന് സൂക്ഷിച്ചു വയ്ക്ക്. ഇനി ഇതുകൊണ്ട് എന്തോ വേണമെന്ന് നീ വേണം ആലോചിച്ച് തീരുമാനിക്കാൻ. ആ ചെറുക്കൻ വരുമ്പം അവനോടും കൂടി ഒന്ന് ആലോചിക്കും. നിങ്ങൾ തരക്കാരാവുമ്പോ എന്തെങ്കിലുമൊക്കെ നല്ല ബുദ്ധി തോന്നാതിരിക്കില്ല. ചെല്ല്. ഇനിയിപ്പോ 2 ദിവസത്തേക്ക് സണ്ണിച്ചനെ ഇങ്ങോട്ട് നോക്കണ്ടല്ലോ അല്ലേ? ആ, കുറെ നാളായി വിചാരിക്കുന്നു വേളാങ്കണ്ണിയിലൊന്ന് പോയിട്ട് വരണമെന്ന്. അമ്മച്ചി കൂടെ കൂടെ പറയുന്നതാ. പറയുമ്പോഴൊക്കെ ഞാൻ വാക്ക് കൊടുക്കും. എത്ര നാളെന്ന് കരുതി എങ്ങനെയാണ് പറ്റിക്കുന്നേ. അതുകൊണ്ട് ഇത്തവണ ആഗ്രഹം നടത്തി കൊടുക്കാന്ന് വെച്ചു. അപ്പൊ ഫുൾ ഫാമിലി ആയിട്ടാണല്ലേ? ഞാൻ വിചാരിച്ചു നിങ്ങൾ രണ്ടുപേരും കൂടി ഹണിമൂണിന് പോവായിരിക്കുമെന്ന്. ഒന്ന് പോടാവേ, ഹണിമൂണിന് പോകാൻ പറ്റിയ അവസ്ഥയാണല്ലോ. നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോ ഒഴിഞ്ഞുമാറി നടന്നോ? കെട്ട് നടന്നിട്ട് ഒരു 4 ചായെങ്കിലും വാങ്ങിച്ചു തന്നിട്ടുണ്ടോ? ചെയ്യാൻ തോമസേ, പോയിട്ട് വന്നിട്ട് ചെയ്തിരിക്കും. അപ്പൊ തോമസേ, ഞാൻ ഇറങ്ങുവാണേ. ആ, രവിയുടെ ബൈക്കാ. പോകുന്ന വഴിക്ക് അവനെ ഏൽപ്പിച്ചിട്ട് വേണം പോവാൻ. അപ്പൊ വന്നിട്ട് കാണടാ. എന്നാ ശരി. മാതാവിനോട് നമ്മുടെ കാര്യം കൂടി ഒന്ന് പറഞ്ഞേക്കണേ. ശരി ശരി, എന്നാ വിട്ടോ. വരുന്നുണ്ട് വണ്ടി. വണ്ടി എടുത്തോ. ആരാ? ആരാ ആരാ നിങ്ങള്? നിനക്ക് എങ്ങനെ ചെറുക്കന്റെ ദേഹത്ത് ഓടണം അല്ലടാ? അമ്മച്ചി, പോകാം. വണ്ടി എടുക്കടാ. അമ്മച്ചി. സൂസമ്മോ, നീ എന്റെ സാരിയൊക്കെ ബാഗിലെടുത്ത് വെച്ചായിരുന്നോടി?
ഈ അമ്മച്ചിക്ക് എന്നാ ഇത് എത്രാമത്തെ തവണയാ സാരിയുടെ കാര്യം എന്നോട് ചോദിക്കുന്നേ? ഡ്രസ് എല്ലാം ഞാൻ എപ്പോഴേ എടുത്തു വെച്ചിട്ടുണ്ട്. വിശ്വാസമില്ലല്ലോ അമ്മച്ചി പോയി നോക്കിയാട്ടെ. അയ്യോടി മോളെ, അത് ഞാൻ അങ്ങ് മറന്നു. ഒരുപാട് നാളായില്ലേ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ട്. ആകെ വല്ലപ്പോഴും ഒന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് പള്ളിയിലേക്കാ. മനസ്സിന് ഇഷ്ടപ്പെടുന്നിടത്തേക്ക് ഒന്ന് പോകാമെന്ന് വെച്ചാ അതൊരു നല്ല കാര്യമല്ലയോ? അതിന്റെ ഒരു ആദ്യം വെപ്രാളോ അടി കൊച്ചേ. അല്ല, നീ വരുന്നോ ഞങ്ങളുടെ കൂടെ? ഓ ഇല്ല അമ്മച്ചി, വരാൻ ആഗ്രഹിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അതെന്നതാ, ബെന്നിച്ചൻ വിടുകയില്ലാന്ന് കരുതിയാണോ? ഞാൻ വേണമെങ്കിൽ അവനോട് പറയാവടി. മിന്നുകെട്ടിനും വിരുന്നാഘോഷത്തിനും ഒന്നും അല്ലല്ലോ, വിശേഷപ്പെട്ടൊരു ദേവാലയത്തിലേക്കല്ലേ. വേണ്ട അമ്മച്ചി, ഇനി വേളാങ്കണ്ണിയിലേക്കല്ല സ്വർഗരാജ്യത്തേക്കാന്ന് പറഞ്ഞാലും ഇവിടെ ഒരാൾക്ക് അതൊന്നും മനസ്സിലാവില്ല. അതും സണ്ണിച്ചതിന്റെയും ഗായത്രിയുടെയും കൂടെയാണെന്ന് അറിയുമ്പോ ഒട്ടും വിടുകയല്ല. വെറുതെ എന്തിനാ അമ്മച്ചി ചോദിച്ച് നാണം കെടുന്നേ? അതും മാത്രമല്ല, നമ്മൾ രണ്ടുപേരും കൂടി പോയാ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പിന്നെ ആര് നോക്കും? ഓ, അതും ശരിയാണല്ലോ, ഞാനത് ഓർത്തില്ല. സാരമില്ല, അമ്മച്ചി മാതാവിനോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാ മതി. അത് പിന്നെ പ്രത്യേകിച്ച് പറയണോടി, നിനക്ക് വേണ്ടിയല്ലാതെ പിന്നെ ഈ അമ്മച്ചി ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? ആ അമ്മച്ചി പോകുന്ന കാര്യം അപ്പച്ചനോട് പറഞ്ഞായിരുന്നോ? പോണോന്ന് ഞാനൊന്ന് സൂചിപ്പിച്ചായിരുന്നു. പക്ഷെ നാളെ വെളുപ്പിനാ പോന്നെന്നുള്ള കാര്യം വൈകിട്ട് വന്നിട്ട് പറയാന്ന് കരുതി. നേരത്തെ പറഞ്ഞ ഇനി എന്നതേലും മുടക്കത്തരം പറഞ്ഞാലൂന്ന് പേടിച്ച. സണ്ണിച്ചന്റെ കൂടെ പോകുന്നേന്ന് അറിഞ്ഞാ ചിലപ്പോ സമ്മതിക്കലായിരിക്കും. സമ്മതിച്ചില്ലേലും ഞാൻ പോവും. അതിന് അതിയാൻ എന്നെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെങ്കിൽ ആക്കട്ടെ, ഞാൻ മാതാവിന്റെ മണ്ണിൽ കിടന്ന് മരിച്ചോളാം. ആ, ചിലപ്പോ അവനായിരിക്കും നാളത്തെ യാത്രയ്ക്ക് വല്ലതും വാങ്ങണോന്ന് അറിയാനായിരിക്കും. ഒന്നും വേണ്ട, അവനോട് വേഗം ഇങ്ങ് വന്നേക്കാൻ പറ. ഹലോ, അതെ, ഞാൻ അനിയന്റെ വൈഫാ. ആരാ സംസാരിക്കുന്നേ? എന്റെ കർത്താവേ, അയാളുടെ ബന്ധുക്കൾ ആരും ഇതുവരെ വന്നില്ലേ? വിവരം അറിയിച്ചിട്ടുണ്ട്, അവരിങ്ങോട്ട് പുറപ്പെട്ടതേ ഉള്ളൂ. സിസ്റ്റർ, സണ്ണിച്ചാൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഒന്നും പറയാറായിട്ടില്ല. അമ്മച്ചി, മോനെ, മോനെ സണ്ണിച്ച, അമ്മച്ചി, മോനെ. സണ്ണിച്ചാന്റെ അമ്മച്ചിയല്ലേ? ഞാൻ രവി, സണ്ണിച്ചാന്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാ. എന്നതാ എന്നതാ എന്റെ മോന് പറ്റി? ഗോഡൌണിലെ ജോലി ഒതുക്കി ഞാൻ വീട്ടിലേക്ക് ഇറങ്ങിയതേ ഉള്ളൂ. അപ്പോഴാ മൊബൈലിൽ സണ്ണിച്ചാന്റെ കോൾ വന്നത്. എടുത്തു നോക്കിയപ്പോ വേറെ ആരുമാണ് സംസാരിച്ചത്. സണ്ണി എന്ന് പറയുന്ന ആളെ ആരോ കൊല്ലാൻ ശ്രമിച്ചു എന്ന് അയാൾ പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇവിടെ എത്തിയപ്പോഴേക്കും ആകെ അവശ നിലയിലായിരുന്നു. പിന്നെ അവരെല്ലാവരും ചേർന്നാ ഇവിടെ എത്തിച്ചത്. ആരാന്നൊന്നും അറിയില്ല ചേച്ചി. കാറിലെത്തിയ ഒരു സംഘമാണെന്നാ അവിടെയുള്ളവർ പറയുന്നത് കേട്ടത്. എന്റെ പൊന്നു മോനെ, എന്റെ സണ്ണിച്ച, അമ്മച്ചിക്ക് എന്നതാണോ പറ്റിയത്? ആരാ നിന്നോട് ഈ ചതി ചെയ്തത്? ഇങ്ങനെ ബഹളം വെക്കല്ലേ, സണ്ണിച്ചാനൊന്നുമില്ല. ഞാൻ ഇതെങ്ങനെ സഹിക്കും എന്റെ കർത്താവേ? എന്റെ മോൻ. അമ്മച്ചി ബഹളം വെക്കാതിരിക്കേ, സണ്ണിക്ക് കുഴപ്പമൊന്നുമില്ല. ദേ അവിടെ ഇരിക്കും. ഇവിടെ ഇരിക്കെ. ഡോക്ടർ, സണ്ണിച്ചാന് കുഴപ്പമൊന്നുമില്ലല്ലോ? നിങ്ങൾ അയാളുടെ ഭാര്യയാണ്. ഓ, മാരകമായി മുറിവേറ്റിട്ടുണ്ട്. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പോലീസിൽ ഇൻഫോം ചെയ്തിട്ടുണ്ട്. ബാക്കി പ്രൊസീജിയറൊക്കെ അവർ വന്നിട്ടാകാം. ആളിന്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു ഉറപ്പ് പറയാൻ പറ്റില്ല.
മിനിമം 24 hours കഴിയണം. മോളെ എന്റെ മോനെ കാർന്നൊരു സ്ഥലത്തെ പ്രധാന ദിവ്യനാണ് അല്ലേ ജോൺ? പ്രധാന ദിവ്യൻ മാത്രമല്ല മാഡം, അത്യാവശ്യം എല്ലാ തരികിടകളും പയറ്റി തെളിഞ്ഞ ഒരു കക്ഷി കൂടിയാണ്. തൊട്ടാൽ പൊള്ളുന്ന ഇനാണെന്ന് ചുരുക്കം അല്ലേടോ? ഏതായാലും വന്ന സ്ഥിതിക്ക് മുഖം കാണിച്ചിട്ട് തന്നെ കാര്യം. കമോൺ. എക്സ്ക്യൂസ് മീ. മിസ്റ്റർ പൗലോസ് പൂക്കാടൻ ഇവിടെയുണ്ടോ? ഉണ്ടല്ലോ മാഡം. എന്താ കാര്യം? കാര്യം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞോളാം. ഒന്ന് വിളിക്കൂ.